ദൈവത്തിന് മഹത്വം. ക്രിസ്ത്യൻ റിഫോർമർ എന്ന ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ യേശുക്രിസ്തുവിന്റെ നിത്യ സുവിശേഷം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവം എനിക്ക് തന്ന ഈ നല്ല അവസരത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിൽ യേശുവിന്റെ സുവിശേഷീകരണത്തിൽ പങ്കാളിയാകുക. ബി എ പാർട്ടക്കർ ഓഫ് ദ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിന്റെ സുവിശേഷീകരണത്തിൽ പങ്കാളികളാകുക. എങ്ങനെയും യേശുവിന്റെ സുവിശേഷീകരണത്തിൽ പങ്കാളികളാകുക എന്നുള്ളത് ഓരോ ദൈവവചനന്റെയും കർത്തവ്യമാണ്. എന്റെ പശ്ചാത്തലത്തിൽ കാണുന്ന ഈ വൃക്ഷങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാകും. വളരെ ദീർഘകായമായ വൃക്ഷങ്ങൾ. അവയുടെ നിൽപ്പ് തന്നെ ആരോഗ്യമുള്ള വൃക്ഷങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഏതൊരു സസ്യജാലത്തിന്റെയും ജന്തുലോകത്തിന്റെയും മനുഷ്യരുടെയും ഒക്കെ നിലനിൽപ്പ് ആരോഗ്യത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ആരോഗ്യമില്ലെങ്കിൽ നമുക്ക് നിലനിൽക്കുവാൻ സാധ്യമല്ല. ആരോഗ്യദായകമായ ഒരു സമൂഹത്തിന് വേണ്ടിയാണ് ഇവിടുത്തെ സർക്കാരുകൾ പോലും എപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലൂസ് തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായത്തിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്കിങ്ങനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരണം. വിശ്വാസത്തിൽ ആരോഗ്യം ഉള്ളവരായി തീരണമെന്ന് അപ്പോസ്തലനായ പൗലൂസ് ക്രേത്തയിലുള്ള വിശ്വാസികൾക്കായിട്ട് എഴുതുന്ന ഒരു ലേഖനത്തിന്റെ ഭാഗമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ക്രേത്തയിലെ വിശ്വാസികൾ അവർ വിശ്വാസത്തിൽ ആരോഗ്യം നഷ്ടപ്പെട്ടവരായി എന്ന് പറഞ്ഞാൽ സഭയിലെ അനാരോഗ്യപരമായിരിക്കുന്ന ഇടപെടലുകൾ ആ സഭയ്ക്ക് ദുർബലത വരുത്തിയപ്പോൾ അവിടുത്തെ അധ്യക്ഷനായിരുന്ന തീത്തോസ് ഈ വിവരം മക്കദോനിയയിലായിരുന്ന പൗലൂസിനെ അറിയിക്കുകയുണ്ടായി. ഈ വിവരം അറിഞ്ഞ പൗലൂസ് തന്റെ സഹപ്രവർത്തകരായിരുന്ന അരിസ്തർക്കസിനെയും തിഹിക്കസിനെയും കണ്ട് അവരോട് തീത്തോസിന് കൊടുക്കുവാൻ വേണ്ടി കൊടുത്തയക്കുന്ന ഒരു ലേഖനമാണ് തീത്തോസിന്റെ ലേഖനം എന്ന് പറയുന്നത്. അവിടെ നടക്കുന്ന സംഭവങ്ങൾ ആ ദൈവസഭയിൽ ജാതികളും യഹൂദന്മാരും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ സഭയിൽ യഹൂദന്മാര് അവരുടെ മോശയുടെ പ്രമാണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജാതിയിൽ നിന്നും വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരെ 2ാം നിലയിലേക്ക് തള്ളി മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അസഹിഷ്ണുതാ മനോഭാവത്തോടുകൂടി അവരോട് ഇടപെടുന്ന ഒരു സന്ദർഭം നാം അവിടെ കാണുന്നുണ്ട്. സഭയിൽ ആകപ്പാടെ പ്രശ്നങ്ങൾ ഉളവായ സമയത്ത് തീത്തോസിന് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ വന്നു. അങ്ങനെ ഇരിക്കെയാണ് ഈ വിവരം പൗലൂസിനെ തീത്തോസ് അറിയിക്കുന്നത്. അപ്പോൾ പൗലൂസ് പറയുകയാണ്, ക്രേത്തയിലുള്ള വിശ്വാസികൾ ആരോഗ്യമുള്ളവരായിത്തീരണം. അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിത്തീരണം. ആരോഗ്യമില്ലാത്തതിന്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് ഈ പ്രകൃതിയുമായിട്ട് ഇഴുകിച്ചേർന്ന് പോകുവാൻ സാധിച്ചെന്ന് വരികയില്ല. പ്രതിരോധ കുത്തിവയ്പ്പുകളുണ്ട്. പ്രതിരോധശേഷി ഇല്ലാതെയായി കഴിഞ്ഞാൽ പകർച്ചവ്യാധികൾ പിടിക്കും. അങ്ങനെ സാംക്രമിക രോഗങ്ങൾ പിടിച്ച് ശരീരത്തെ ബാധിച്ച് ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നിശ്ചലമാക്കി അത് രോഗാതുരമായ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും അതിന്റെ ചലനശേഷി ചിന്താശക്തി ഒക്കെ നശിച്ച് കേവലം ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. അപ്പോൾ ആരോഗ്യമില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്കെന്നല്ല ഒരു സമൂഹത്തിനും ഒരു വ്യക്തികൾക്കും നിലനിൽപ്പ് അസാധ്യമാണ്. ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ദൈവസഭയെ കണ്ടുകൊണ്ട് പൗലൂസ് പറയുന്ന കാര്യമാണ് വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരണം. വിശ്വാസത്തിൽ ബലഹീനരായി തീർന്നാൽ പാപത്തിന്റെ സാംക്രമിക രോഗങ്ങൾ നമ്മിൽ കടന്നു പിടിച്ച് ദൈവസഭയോ ആ കുടുംബമോ ഒരുപക്ഷെ ആ വ്യക്തിയായിരിക്കാം അവർ വിശ്വാസത്തിൽ വളരെ ദുർബലരായി തീരും. വിശ്വാസത്തിൽ ദുർബലരായി തീർന്നാൽ പത്രോസ് ശ്ലീഹ പറഞ്ഞൊരു കാര്യമുണ്ട്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കുവാൻ ശ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. അപ്പോൾ വിശ്വാസത്തിൽ നാം ആരോഗ്യമില്ലാതായി തീർന്നു കഴിഞ്ഞാൽ ആ സഭയും ആ കുടുംബവും ആ വ്യക്തിയും ഒക്കെ നശിച്ചു പോകും. ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, വലിയ വടവൃക്ഷങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ എന്താണ് ആ വൃക്ഷത്തിന് കടുത്തേക്ക് എന്ന് കഴിഞ്ഞാൽ അതിന്റെ അകം മുഴുവൻ പൊള്ളയാണ്. അതിനകത്ത് ഒന്നുമില്ല. ഇതിനകത്ത് ചെറിയ പുഴുക്കളൊക്കെ നൂഴ്ന്നു കയറി ഇതിന്റെ അകക്കാമ്പ് മുഴുവനും തുരന്നു കഴിച്ച് ഇതിന്റെ ഇലകളൊക്കെ നഷ്ടപ്പെട്ട് ശിഖരങ്ങളൊക്കെ ഉണങ്ങി
താമസമില്ല ഒരു വലിയ ദുരന്തത്തിലേക്ക് ഈ വൃക്ഷങ്ങൾ മറിഞ്ഞു വീണ് നിബദിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ആരോഗ്യമില്ലാത്ത ഒരു സഭ ദുരന്തത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ആരോഗ്യമുള്ളതായിരിക്കണം. എങ്ങനെ? ദൈവത്തിന്റെ ആത്മാവ് സ്നേഹത്തിന്റെയും സൗമ്യതയുടെയും പരിജ്ഞാനത്തിന്റെയും ആത്മാവാണ്. നാം പരിജ്ഞാനത്തോടുകൂടി, സൗമ്യതയോടുകൂടി, സ്നേഹത്തോടുകൂടി നാം സഹവർത്തിത്വം കഴിക്കുന്നുവെങ്കിൽ ആ സഭ ആരോഗ്യമുള്ള സഭയായിരിക്കും. ആ കുടുംബം ആരോഗ്യമുള്ള കുടുംബമായിരിക്കും. ആ സൗഹൃദ ബന്ധങ്ങൾ ആരോഗ്യമുള്ളതായി തീർന്നിരിക്കും. പലപ്പോഴും നമ്മുടെ പല സഭകളും നമ്മുടെ പല കുടുംബങ്ങളും ആരോഗ്യപരമായിരിക്കുന്ന നിലവാരത്തിലൂടെ അവർക്ക് പോകാൻ കഴിയാത്തതിന്റെ കാരണം അവരുടെ പകർച്ചവ്യാധി പിടിച്ചിട്ടുള്ള ആരോഗ്യമില്ലാത്ത അവരുടെ നടപടികളും അവരുടെ പ്രവർത്തനങ്ങളുമാണ്. സോ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്, ക്രേത്തയിലെ വിശ്വാസികൾ ആ സഭ നിലനിൽക്കണമെങ്കിൽ ഇരുഭാഗവും ആരോഗ്യപരമായിരിക്കുന്ന സംഭാഷണങ്ങളും ശൈലികളും അവർ അവലംബിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ദൈവസഭകളെ നോക്കിയാട്ടെ, പരസ്പരം ചെളിവാരിയ എറിയലുകളും പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും, എന്തിനേറെ നമ്മുടെ വിശ്വാസത്തിന് പോലും ചേരാത്ത നിലവാരത്തിലുള്ളതായിരിക്കുന്ന സംസാര ശൈലികളുമാണ് പലപ്പോഴും നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ദൈവസഭകൾ അവരുടെ വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് മാറിയിരിക്കുകയാണ്. പലപ്പോഴും നമുക്ക് നമ്മുടെ സഹവിശ്വാസികളെ കണ്ട് നമുക്ക് അവർക്ക് സ്നേഹത്തോടെ ഇടപെടുവാൻ കഴിയുന്നില്ല. നമുക്ക് ഒരു പ്രസ്ഥാനത്തിന് മറ്റൊരു പ്രസ്ഥാനം നടത്തുന്ന കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ കഴിയുന്നില്ല. എന്താ ഇതിനൊക്കെ കാരണം? സ്നേഹം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അവിടെ സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ട്, സൗമ്യതയില്ലാത്തതുകൊണ്ട്, അസഹിഷ്ണുത മനോഭാവം ഉള്ളതുകൊണ്ട് ഇവർക്ക് മറ്റ് ദൈവസഭയുടെ മറ്റ് സഹപ്രവർത്തകർ നടത്തുന്ന ഒരു കൺവെൻഷനിൽ, ഒരു കൂട്ടായ്മയിൽ, ഒരു ഉപവാസ പ്രാർത്ഥനയിൽ, ഒരു പ്രത്യേക മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ കഴിയുന്നില്ല. ഇവിടെ സഭകൾ വ്യക്തിയാധിഷ്ഠിതമായി തീർന്നിരിക്കുകയാണ്. സഭയുടെ നാഥൻ ക്രിസ്തുവാണ്. അതൊരു പക്ഷെങ്കിൽ ഏത് പ്രവർത്തനമായിരുന്നാലും, ഏത് XYZ ഏത് സഭകളായിരുന്നാലും ഇതെല്ലാം യേശു ക്രിസ്തു എന്ന കേന്ദ്ര ബിന്ദുവിൽ മാത്രമാണ് നാം നോക്കേണ്ടത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ലുക്കിംഗ് അണ്ടു ജീസസ് ഹു ഈസ് ദ ഓതർ ആൻഡ് ഫിനിഷർ ഓഫ് യുവർ ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുവാണെങ്കിൽ യേശുവിനെ മാത്രം നോക്കണം. നാം ഇടത്തും വലത്തും നോക്കിയാൽ കള്ളന്മാരെ മാത്രമേ കാണുകയുള്ളൂ. നേരെ നോക്കിയാൽ ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നാം വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരണമെങ്കിൽ യേശുവിന്റെ വചനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. യേശുവിന്റെ ധർമ്മോപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് പാലിക്കുവാൻ നാം ബാധ്യസ്ഥരായി തീരണം. നമ്മുടെ ശത്രുതാ മനോഭാവങ്ങൾ വെടിഞ്ഞ്, അസൂയ മനോഭാവങ്ങൾ വെടിഞ്ഞ് നാം സഹവർത്തിത്വത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ സഭകൾ ആരോഗ്യമുള്ളതായി തീരും, നമ്മുടെ കുടുംബങ്ങൾ ആരോഗ്യമുള്ളതായി തീരും. ഭാര്യയ്ക്ക് ഭർത്താവോടും സ്നേഹത്തോടും, മക്കൾക്കും മാതാപിതാക്കളോടും സ്നേഹത്തോടും, പാസ്റ്റർക്ക് വിശ്വാസികളും വിശ്വാസികൾക്ക് പാസ്റ്ററോടും, വിശ്വാസികളും പാസ്റ്റർമാരും നേതാക്കളോടും വളരെ ആത്മാർത്ഥതയോടുകൂടി ഇടപെടുമ്പോൾ മാത്രമാണ് ആ പ്രസ്ഥാനം ആരോഗ്യമുള്ളതായി തീരുന്നത്. അങ്ങനെ ആരോഗ്യമുള്ള പ്രസ്ഥാനങ്ങളാണ് യേശുക്രിസ്തുവിന്റെ വരവേരെയും ഈ ഭൂമിയിൽ കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി എക്സ്റ്റൻഷൻ ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കും അതിന്റെ വ്യാപ്തീകരണത്തിനും വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനാരോഗ്യപരമായിരിക്കുന്ന സംസാര ശൈലികളോ നിങ്ങളുടെ ഇടപാടുകളോ ഒക്കെ നിങ്ങൾ വെച്ചു പുലർത്തുന്നവരാകുന്നുവെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം ശ്രദ്ധിക്കൂ. യേശു ആഗ്രഹിക്കുന്നത് വിഘടനവാദമല്ല. യേശു ആഗ്രഹിക്കുന്നത് പരസ്പരം ചെളിവാരി എറിയുന്ന ഒരു പറ്റം കൂട്ടത്തെയല്ല. തന്റെ രക്തം കൊണ്ട് വിലക്കി വാങ്ങിയ, തന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ഓരോ ഭക്തനും, അത് ഏത് രാജ്യത്തിൽപ്പെട്ടവരായിരുന്നാലും, ഏത് മതത്തിൽപ്പെട്ടവരായിരുന്നാലും, ഏത് കളറിൽപ്പെട്ടവരായിരുന്നാലും എല്ലാം യേശു ക്രിസ്തുവിൽ ഒന്നാണെന്ന ആ ഒരു ചിന്തയിലേക്കാണ് ദൈവസഭ നമ്മെ നയിക്കുന്നത്. അങ്ങനെയായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എനിക്ക് ഈ സമയത്ത് വേർതിരിച്ചു തന്ന ക്രിസ്ത്യൻ റിഫോർമനോടും എന്നെ വീക്ഷിച്ചു അറിയിക്കുന്ന എല്ലാ ക്രിസ്ത്യൻ റിഫോർമറിന്റെ വ്യൂവേഴ്സിനോടും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ഇവരെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.